ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഈ ദിവസം പരിശുദ്ധ കുർബാനയിൽ നാം സ്വീകരിക്കുന്ന നിലപാടുകളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. നമുക്കറിയാം, ഇലക്ഷൻ കഴിയുമ്പോൾ ആളുകൾ സന്തോഷം പ്രകടിപ്പിക്കാൻ വേണ്ടി നിന്നുകൊണ്ട് വലിയ സന്തോഷ പ്രകടനങ്ങൾ നടത്തും. അതവരുടെ ഹൃദയത്തിൻ്റെ സന്തോഷം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പരിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്, ഒപ്പം വലിയ ആദരവാണ്. എന്തിൻ്റെ സന്തോഷമാണ് എന്ന് നമുക്കറിയാം. ഈശോ കാൽവരിയിൽ എന്നേക്കുമായി മരണത്തെ തോൽപ്പിച്ച് വിജയം നേടിയതിൻ്റെ സന്തോഷമാണ്, രക്ഷയുടെ അനുഭവത്തിലുള്ള സന്തോഷമാണ്. ആ സന്തോഷം ഇന്ന് ഈ ബലിയിൽ നമ്മൾ അനുഭവിക്കുകയാണ്. ബലിയർപ്പിക്കുന്ന കാർമ്മികൻ ശുശ്രൂഷ പൗരോഹിത്യമുള്ള വ്യക്തിയാണ്. നമ്മളും സഹകാർമ്മികരാണ്, രാജകീയ പൗരോഹിത്യം ഉള്ളവരാണ്. അതുകൊണ്ട് കാർമ്മികൻ്റെ നിലപാട് തന്നെയാണ് നമ്മളും സ്വീകരിക്കുന്നത്. ഈ സന്തോഷവും ആദരവും പ്രകടിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നു. നമുക്കറിയാം, കർത്താവ് മരണത്തെ തോൽപ്പിച്ചു. കാലൻ്റെ കരിങ്കൊടി കാൽവരി തകർത്തില്ലേ, നാഥൻ്റെ ജൈവിളി ദിഗന്ധം ഭേദിച്ചില്ലേ എന്ന് വളരെ അർത്ഥവത്തായ രീതിയിൽ ചോദിക്കുവാൻ ഇന്ന് നമുക്ക് കഴിയും. അതുകൊണ്ട് തന്നെ നമ്മുടെ പൗരസ്ത്യ രീതി അനുസരിച്ച് ഈ സന്തോഷം പ്രകടിപ്പിക്കുവാൻ പരിശുദ്ധ കുർബാനയിൽ ഏതാണ്ട് ഒട്ടുമുക്കാൽ സമയവും നിൽക്കുകയാണ്. ഇനി ഇരിക്കുന്ന സമയം എപ്പോഴൊക്കെയാണ്? പഴയ നിയമ വായനയുടെ സമയത്ത്, ലേഖന വായനയുടെ സമയത്ത്, പ്രസംഗത്തിൻ്റെ സമയത്ത് നാം ഇരുന്നുകൊണ്ടാണ് വചനം ശ്രവിക്കുന്നത്. സ്നേഹിതനായ ഗുരുവായ ഈശോയുടെ ചാരത്തിരുന്ന് അവിടുത്തെ വചനങ്ങൾ ശ്രവിക്കുകയാണ്. എന്നാൽ സുവിശേഷ വായനയുടെ സമയത്ത്, സുവിശേഷ പ്രദർശനത്തിൻ്റെ സമയത്തും നമ്മൾ നിൽക്കുകയാണ്. സ്വർഗത്തിൽ നിന്ന് വരുന്ന ഈശോയെ നോക്കി വലിയ ആദരവോടെ ഈശോയുടെ വചനങ്ങൾ കേൾക്കുന്നതിലുള്ള സന്തോഷത്തോടെയാണ് നമ്മൾ നിൽക്കുന്നത്. പരിശുദ്ധ കുർബാനയിൽ നമ്മൾ മുട്ടുകുത്തുന്ന സമയം കുറവാണ്. എവിടെയെങ്കിലും മുട്ടുകുത്തുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ മുട്ടുകുത്തേണ്ടത് അനുരഞ്ജന ശുശ്രൂഷയിലാണ്. അനുരഞ്ജന ശുശ്രൂഷയിൽ നമ്മൾ സങ്കടവും അനുതാപവും പ്രകടിപ്പിക്കുകയാണ്. കുർബാനയിൽ നമ്മൾ മൊത്തം സന്തോഷമാണ് അനുഭവിക്കുന്നത്. എന്നാൽ നമ്മുടെ അനുരഞ്ജനപ്പെടുന്ന ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ, നമ്മുടെ പാപങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ അനുതാപവും സങ്കടവും പ്രകടിപ്പിക്കുന്നു. അതുകൊണ്ട് മുട്ടുകുത്തുന്നത് അനുരഞ്ജന ശുശ്രൂഷയിലാണ് പ്രസക്തമായിട്ട് ഉള്ളത്. ഇതാണ് പൊതുവെ നമ്മൾ കുർബാനയിൽ സ്വീകരിക്കുന്ന നിലപാട്. ഇനി നമ്മുടെ ശിരസ്സ് നമിച്ചുകൊണ്ട് കൂടുതൽ പ്രാർത്ഥന അനുഭവവേദ്യമാക്കാം. ഉദാഹരണത്തിന്, ഉദ്ധാനഗീതം ആലപിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെടുന്നതിൻ്റെ ഓർമ്മ ശിരസ്സ് നമിക്കുന്നു. അതുപോലെ ആശീർവാദം ലഭിക്കുന്ന അവസരങ്ങളിൽ നമ്മൾ കുരിശ് വരച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിക്കുന്നു. ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട നിമിഷങ്ങളിൽ ആ പ്രാർത്ഥനകളോട് ഉൾച്ചേരുവാൻ വേണ്ടി നമുക്ക് ഇപ്രകാരം ചെയ്യുന്നത് കുർബാനയിൽ സജീവമായിട്ട് പങ്കെടുക്കുവാൻ വളരെ സഹായകരമാണ്. നമുക്കറിയാം, നിന്ന് മടുക്കുന്നത് എന്തുകൊണ്ടാണ്? പലപ്പോഴും ഒരു കാര്യത്തിൽ നമ്മൾ മുഴുകി നിൽക്കുമ്പോൾ പരിസരം പോലും മറന്ന് നിൽക്കുകയാണ്. പരിശുദ്ധ കുർബാനയിൽ സജീവമായിട്ട് ഏകാഗ്രതയോടെ പങ്കെടുക്കുമ്പോൾ എല്ലാം മറന്ന് ദൈവസാന്നിധ്യം അനുഭവിക്കുകയാണ്. വലിയ വിശുദ്ധർ ദൈവസന്നിധിയിൽ എല്ലാം മറന്ന് പ്രാർത്ഥനയിൽ മുഴുകിയപ്പോൾ അവർ ആ ആനന്ദത്തിൽ, സന്തോഷത്തിൽ സമയം പോകുന്നതേ അറിയുന്നതില്ല. ഇത്തരത്തിൽ പരിശുദ്ധ കുർബാനയിൽ ഉൾച്ചേർന്ന് പങ്കെടുക്കണമെങ്കിൽ കുർബാനയിൽ നമ്മളെ തന്നെ ഈശോയ്ക്ക് കൊടുക്കുന്ന ഒരനുഭവമാണ്, ഈശോയെ സ്വീകരിക്കുന്ന അനുഭവമാണ്.
ഈ അനുഭവം സ്വർഗീയ ആനന്ദം നൽകുന്ന അനുഭവമാണ്. ഈ നിറവിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള നിലപാടുകൾ പരിശുദ്ധ കുർബാനയിൽ നമ്മൾ സ്വീകരിക്കുന്നത്. നാം അവസാനിപ്പിക്കുകയാണ്. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.